ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് വളരെ നൂതനമായിട്ടുള്ള കുറേ ആശയങ്ങളുള്ള കുറേ വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെഡിക്കൽ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്നൊരു ജോലിയിലാണ്. അന്ന് ആ ജോലിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പറയാം. പക്ഷേ ആ കാരണങ്ങൾ ഇന്നത്തെ ഒരു ഔദ്യോഗിക ജോലിയിലേക്ക് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് അവൈലബിളായിട്ടുള്ള ഓപ്ഷൻസ് പോലെ ഒന്നും അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നില്ല. ഇന്ന് നമുക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യാം. ഇന്ന് ഇൻ്റർനെറ്റിൽ ഇതെല്ലാം സൗജന്യമായി ലഭ്യമാണ്. പിന്നെ കൂടാതെ വേണമെങ്കിൽ നമുക്കൊരു കരിയർ എക്സ്പേർട്ടിനെ കാണാം. അങ്ങനെ നമ്മുടെ അഭിരുചി, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. വലിയ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിന്നത് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എന്നെ സ്വാധീനിച്ചിരുന്നത്, ഈ ജോലിയിലേക്ക് വരുന്നതിന്, എൻ്റെ കരിയർ സെലക്ട് ചെയ്യുന്നതിന് എന്നെ സ്വാധീനിച്ചിരുന്ന ഘടകങ്ങൾ, ഒന്ന്, ഈ ജോലിക്ക് ധാരാളം യാത്ര ആവശ്യമാണ്. എനിക്കാണെങ്കിലോ യാത്ര ചെയ്യാൻ വളരെ താല്പര്യമുള്ളൊരു പ്രകൃതമായിരുന്നു എൻ്റേത്. രണ്ടാമത്തത്, വളരെ വെൽ ഡ്രസ്ഡ് ആണ്. അതൊക്കെ അന്നത്തെ ഈ സിനിമകളിലൂടെയാണ് ഈ കഥാപാത്രങ്ങളെ നമ്മൾ പലപ്പോഴും കാണുന്നത്. വെൽ ഡ്രസ്ഡ് ആണ്, ഇംഗ്ലീഷ് സംസാരിക്കാം, ഡോക്ടർമാരായിട്ടാണ് കൂടുതലും നമ്മുടെ ജോലിയുമായി ബന്ധപ്പെടേണ്ടി വരുന്നത്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആൻഡ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് വേഴ്സ്, എല്ലാവർക്കും ഒരു 2 വീലർ ഉണ്ടാവും. അതായിരുന്നു അന്നത്തെ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവും. അതായിരുന്നു അന്നത്തെ ഒരു അട്രാക്ഷൻ. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് വരുന്നത്. ഈ ജോലി എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു സെയിൽസ് റിലേറ്റഡ് ആക്ടിവിറ്റിയാണ്. സത്യം പറയുകയാണെങ്കിൽ അതൊരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി എന്ന് പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, സെയിൽസും മാർക്കറ്റിങ്ങും വളരെ ഒരമ്മ പെറ്റ മക്കളാണെന്നൊക്കെ പറയുന്ന രീതിയിലാണ്. രണ്ടും വളരെ പരസ്പരം കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതറാണ്. അങ്ങനെ സെയിൽസും ഉണ്ട്, മാർക്കറ്റിങ്ങും ഉണ്ട്, പ്ലസ് സെയിൽസ് പ്രൊമോഷനും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ജോലിയിലേക്ക് വരുന്നത്. അന്ന് നമ്മൾ ഈ ജോലിയുടെ സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ആരാണ് കസ്റ്റമർ? അത് പല ഘട്ടത്തിലും നമ്മൾ ഈ ചോദ്യം ചോദിക്കും. ഇന്ന് നമ്മുടെ ട്രെയിനിങ് സമയത്തും സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരോട് പോലും നമുക്ക് ഈ ചോദ്യം ചോദിക്കാം, ആരാണ് കസ്റ്റമർ? ഈ ചോദ്യം കുറച്ചുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ, നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ആ സിനാറിയോ ഇങ്ങനെയാണ്: അമ്മമാരുടെയൊക്കെ പ്രശ്നം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അമ്മമാരുടെ ആഗ്രഹം കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മമാർ നിർബന്ധിക്കും. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടേതായിട്ടുള്ള ചില സ്വഭാവങ്ങളും ശാഠ്യങ്ങളൊക്കെ കാണും, വാശിയൊക്കെ കാണും. ഫൈനലി ഈ അമ്മ കുട്ടിയും കൊണ്ട് ഒരു പീഡിയാട്രീഷ്യൻ്റെ ചേംബറിൽ എത്തിപ്പെടും. ഡോക്ടർ നോക്കിയിട്ട് പറയും, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി വിശക്കുമ്പോൾ കഴിച്ചോളും. പക്ഷേ ഈ ഉത്തരം അമ്മയെ ഒരിക്കലും തൃപ്തിപ്പെടുത്തില്ല. അമ്മ വീണ്ടും ഡോക്ടറോട് നിർബന്ധിക്കും, എന്തെങ്കിലും ഒരു നിർദ്ദേശം, എന്തെങ്കിലും ഒരു സാധനം എഴുതിത്തരണം. ഡോക്ടർ ഉടനെ ഏതെങ്കിലും ഒരു ബേബി ഫുഡ് തൽക്കാലത്തേക്ക് 1-2 മാസത്തേക്ക് എഴുതി കൊടുക്കും. ഈ ബേബി ഫുഡിൻ്റെ പ്രിസ്ക്രിപ്ഷനുമായി പോകുന്നു. അച്ഛൻ ഈ ബേബി ഫുഡ് വാങ്ങിക്കൊണ്ടിരുന്നു. അമ്മ കലക്കുന്നു, കുട്ടിക്ക് കൊടുക്കുന്നു, കുട്ടി കഴിക്കുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്: ഇതിൽ കസ്റ്റമർ ആരാണ്? സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 ഉത്തരങ്ങൾ കിട്ടും. ഒന്നാമത്തെ ഉത്തരം, എല്ലാവരും പറയുന്നൊരു ഉത്തരം, കുട്ടിയാണ് കൺസ്യൂമർ. കാരണം കുട്ടിയാണ് ഈ ഭക്ഷണം, ബേബി ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ഇടയിലൊരു ചൊല്ലുണ്ട്, ദ എൻഡ് യൂസർ ഓർ ദ അൾട്ടിമേറ്റ് യൂസറാണ് കസ്റ്റമർ എന്ന് പറയും. രണ്ടാമത്തെ ഉത്തരം, അമ്മയാണ് കസ്റ്റമർ. കാരണം അമ്മയാണ് ഈ പൊടി കലക്കി കുട്ടിക്ക് കൊടുക്കുന്നത്. മൂന്നാമത്തെ ഒരു ഉത്തരം, അച്ഛനാണ്. കാരണം അച്ഛനാണ് കാശ് കൊടുത്ത് ഈ ബേബി ഫുഡ് വാങ്ങുന്നത്. ഈ 3 ഉത്തരങ്ങൾ തരുന്നവർക്കും അവരുടേതായിട്ടുള്ള ലോജിക്ക് കാണും. പക്ഷേ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് വെച്ചാൽ ഈ പശ്ചാത്തലത്തിൽ ശരിയായ ഒരു ഉത്തരം ഇത് 3ഉമല്ല. കസ്റ്റമർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കറാണ്. ഈ കേസിൽ
ഈ ഡിസിഷൻ എടുത്തിട്ടുള്ളത് ഡോക്ടറാണ്. സോ ഈ സിനാരിയോയിൽ ഡോക്ടറാണ് ഇതിൻ്റെ കസ്റ്റമർ. ഈ കസ്റ്റമർ ഈ ചോദ്യം ഇന്നും നമ്മുടെ ഇടയിൽ എത്രയോ കാലം കഴിഞ്ഞാലും തലമുറകൾക്കിടയിലും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നമ്മുടെ പുതിയ തലമുറയോട് നമ്മുടെ പഴയ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയാനുള്ളത്, ഒരു കരിയർ സെലക്ട് ചെയ്യുന്നൊരു വ്യക്തി നിർബന്ധമായും എന്ന് വേണമെങ്കിൽ പറയാം ചെയ്യേണ്ട ഒരു കാര്യം, ആ വ്യക്തി അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു കൊല്ലമെങ്കിലും ഒരു സെയിൽസ് ഫീൽഡിൽ ജോലി ചെയ്യുക എന്നുള്ളത്. ഒരു സെയിൽസ് ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ ആ ഒരു കൊല്ലം കൊണ്ട്, ഏറ്റവും നല്ലത് 2 കൊല്ലം ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ വളരെയേറെ ശക്തിപ്പെടുത്തും. നമ്മളൊരു ദിവസം 10 ക്ലോസിങ് ട്രൈ ചെയ്യുകയാണെങ്കിൽ 8 ക്ലോസിങ്ങും ചിലപ്പോൾ പരാജയമായിരിക്കും. ഈ പരാജയമൊക്കെ നമ്മളെ ശക്തിപ്പെടുത്താനേ ഇത് സഹായിക്കുകയുള്ളൂ. 8 ക്ലോസിങ് പരാജയപ്പെടുമ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ നമുക്കൊരു ശക്തിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറും. കാരണം സെയിൽസ് ഫീൽഡ് എപ്പോഴും ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. മറ്റ് നമ്മളിതാ പലരും ചെയ്യുന്ന മാതിരി ഒരു കമ്പ്യൂട്ടറായിട്ടോ ഒരു ലാപ്ടോപ്പായിട്ടോ അല്ലെങ്കിൽ തുടങ്ങിയ രീതിയിൽ ജോലി ചെയ്യുന്നതിനേക്കാളും ഇതെപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു കസ്റ്റമർ ഉണ്ടാവും. ഈ കസ്റ്റമറെ ഡീൽ ചെയ്യുന്നതിന് ഇന്ന് വേറെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ നിയമങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ അതൊന്നും വിജയിക്കില്ല. അതൊക്കെ വിജയിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കോമൺ സെൻസ് ഉപയോഗിക്കാൻ ഉള്ളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു സെയിൽസ് ഫീൽഡിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഒരു സെയിൽസ് ഫീൽഡിൽ ഒരാൾ വിജയിക്കുക എന്നുള്ളത് ഒരു ജോലിയിലേക്ക് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഘടകം എന്നുള്ളത് 1 വർഷമെങ്കിലും ഒരു സെയിൽസ് ഫീൽഡിൽ ജോലിയാണെങ്കിൽ അത് അയാളുടെ മൊത്തം കരിയർ ലൈഫിൽ അയാളുടെ വ്യക്തിത്വത്തിൽ തന്നെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സെയിൽസിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഇന്നൊരു കരിയർ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വളരെ നൂതനമായിട്ടുള്ള കുറേ ആശയങ്ങളുള്ള കുറേ വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ കുറേ പേർക്ക് ബിസിനസ് സംരംഭകരാവുക എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ ജീവിതത്തിലുള്ളൊരു ആഗ്രഹം. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഐഡിയാസ് ഉള്ളവരാണ് കുറേ വിദ്യാർത്ഥികൾ. കുറേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയുള്ള കുറേ വിദ്യാർത്ഥികൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അത് ബോത്ത് ആൺകുട്ടികൾക്കുണ്ട് പെൺകുട്ടികൾക്കുണ്ട്. ഞാനൊരു 1-2 ഉദാഹരണം പറയാം. അതിൽ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീം ഓഫ് ഗേൾസ് അവരൊരു മെഹന്തി സ്റ്റുഡിയോ എന്നുള്ളൊരു ആശയത്തിനെ കുറിച്ചുള്ളൊരു അസൈൻമെൻറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. അതിനവർ നടത്തിയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ഞാനത് ചോദിച്ചു, നിങ്ങൾ AI സഹായത്തോടു കൂടി ചെയ്തതാണോ എന്ന്. അവർ AI സഹായം ഉപയോഗിച്ചില്ല, ഗൂഗിളിൻ്റെ ചില ഈ ജനറൽ ഇൻഫർമേഷൻസ് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തുള്ളൂ. അത് അവരുടെ ആ അസൈൻമെൻറ്റിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവർ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എത്ര മെഹന്തി സ്റ്റുഡിയോകൾ ഇന്നുണ്ട്. ഇന്ന് ഈ വ്യവസായം ഇതെങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഇതിൻ്റെ മാർക്കറ്റിംഗ് മുഴുവൻ ഒരു ഇൻസ്റ്റ വഴിയാണ് നടത്തുന്നതെന്നാണ് വിദ്യാർത്ഥികളുടെ പഠനം തെളിയിക്കുന്നത്. അല്ലാണ്ട് ഇതിന് സ്റ്റുഡിയോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്നും ഇത്രയും സ്ഥലങ്ങളിൽ വന്നിട്ടില്ല. ഈ ഭാഗങ്ങളിലാണ് ഈ കൺസെപ്റ്റ് കൂടുതലായിട്ടും ഉണ്ടാവേണ്ടത്, പക്ഷേ ഇത്രയും ഒരു സ്റ്റുഡിയോ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടില്ല. ഇത് മിക്കവാറും വിവാഹ സമയത്ത് അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ സമയത്താണ് ഈ വർക്ക് വരുന്നതെന്നും ആ സമയത്ത് വീടുകളിൽ വെച്ച് ഇത് ചെയ്യുന്നത് കൊണ്ട് വളരെയേറെ പരിമിതികളുണ്ടെന്നാണ് കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഫൈനാൻസ് സ്ട്രാറ്റജി ഉണ്ട്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, അതിനു വേണ്ട ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുള്ള സ്ട്രാറ്റജി ഉണ്ട്, അതിനു വേണ്ടിയിട്ട് ഓഫീസ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതിൻ്റെ തീം എങ്ങനെയായിരിക്കണം, അതിൻ്റെ കളർ കോഡ് എന്തായിരിക്കണം, എത്ര പേരുണ്ടാവണം, ഇവരും മറ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് റീറ്റെയിൽ ഇൻഡസ്ട്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, എങ്ങനെ ഇതിൻ്റെ ബിസിനസ് കണക്ഷൻസ് ഉണ്ടാക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഞാൻ കേട്ടപ്പോൾ തന്നെ, ഞാൻ ആ അസൈൻമെൻറ്റ് കണ്ടപ്പോൾ തന്നെ വളരെയേറെ എനിക്കെന്താ പറയുക, വളരെയേറെ ഞാൻ ശരിക്കത് ഞെട്ടിപ്പോയി. ഇത്രയേറെ കഴിവുകളുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെറിയൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇവർ ഈ വ്യവസായമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. ഇതിൽ നിന്ന് അവർ പറഞ്ഞാൽ അവർക്കൊരു സ്പേസ് ഉണ്ട്, അവർക്കൊരു സ്പേസ് ഉണ്ടാക്കണം, അത് സ്വന്തമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളെ പെൺകുട്ടികൾ നിന്നത്. ഇനി ആൺകുട്ടികളാണെങ്കിലോ അവരിതിനേക്കാളും വേറൊരു ലെവലിലാണ് അവരുടെ ആക്ടിവിറ്റി.
അവരെന്ന് സ്വാധീനിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വൈകുന്നേരം ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയാൽ മതി. മലബാർ ഏരിയയിൽ എവിടെ പോയാലും നമ്മുടെ മുമ്പിൽ കാണുന്നത് കഫറ്റീരിയയുടെ ഒരു പുതിയൊരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് ചെറിയ നഗരത്തിൽ പോയാലും ഓരോ കഫറ്റീരിയയിൽ ഇതെന്തായിരിക്കണം, ആ കഫേയിൽ അവരുടെ അപ്രോച്ച് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഐഡിയ ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക്. അതിൽ ചിലർ പറഞ്ഞു അവർ ജ്യൂസ് മാത്രം ചെയ്യുന്നതാണ്, ചിലർ പറയുന്നുണ്ട് അതിൽ കഫറ്റീരിയ ആയിരിക്കും. ഒരു ഉദാഹരണം അവരെ ഈ സ്വാധീനിക്കുന്നത് നമ്മുടെ ബീച്ചിലൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. കോഴിക്കോട് ബീച്ചിലൂടെ ഒരു രാത്രി ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് തോന്നുന്നത് കോഴിക്കോട് തന്നെയാണോ, അതോ നമ്മൾ ജുഹു ബീച്ചിലാണോ, അതോ പലപ്പോഴും വല്ല സിംഗപ്പൂരിലോ ഹോങ്കോങ്ങിലാണോ എന്നുള്ള രീതിയിലാണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, നൈറ്റ് ലൈഫ് ഈസ് കമ്മിങ് ബാക്ക്. പണ്ട് കോഴിക്കോടുണ്ടായിരുന്ന നൈറ്റ് ലൈഫ് ഇന്ന് വളരെ, ഇവരെന്തിനും വൈബ് നോക്കിയാണ് പറയുന്നത്, എന്നാലും നൈറ്റ് ലൈഫ് വളരെ സജീവമായിട്ടുള്ളൊരു നൈറ്റ് ലൈഫ് ഉണ്ട്. ഈവൻ ചെറിയൊരു സിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ, നടുവണ്ണൂരോ അല്ലെങ്കിൽ മാവൂര് പോലത്തെ ഒരു സ്ഥലം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ എത്ര കഫറ്റീരിയകൾ കാണാം. ഇതിലൊക്കെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട്. അവർക്കത് കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു പദ്ധതിയാണ് അവരുടെ. പിന്നെ ഒരു വിഭാഗത്തിനുള്ളത് അവരുടെ ടെക്സ്റ്റൈൽ ക്ലോത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിലെങ്ങനെയാണ് ഒരു റെഡിമെയ്ഡ് വ്യവസായം നടത്തുക, അതൊക്കെ അവർ ഏത് ടാർഗറ്റഡ് പോപ്പുലേഷൻ ആരാണ്, ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവർ ഈ ബിസിനസ്സിൻ്റെ പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ടൂറിസ്റ്റ് ലൊക്കേഷനിലുള്ള ഹോം സ്റ്റേകളായാലും റിസോർട്ടുകളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ കണ്ട്. നമുക്ക് വേണ്ടത് ഒരു സൈഡിൽ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ആഗ്രഹം, മറു സൈഡിൽ ബിസിനസ് എൻ്റർപ്രണർ ആവുക എന്നുള്ള ഒരാഗ്രഹം. ഇതെല്ലാം നമുക്ക് കൃത്യമായി ചാനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെ സ്വീകാര്യതയുള്ള ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പഴയ ആശുപത്രികളല്ല ഇന്നത്തെ ആശുപത്രികൾ. ഇന്നത്തെ ആശുപത്രികളിൽ മിക്കവാറും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായി മാറുന്നു. ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഫോറിൻ ഫൈനാൻസ് ക്യാപിറ്റൽ ധാരാളമായി എത്തുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ മേഖലയിൽ ഇന്നുണ്ട്. മാത്രവുമല്ല, പഴയ ഒരു ആശുപത്രി പോലെയല്ല ഇന്നത്തെ. ഇന്ന് ഒരു ആശുപത്രിക്കുള്ളിൽ തന്നെ, പണ്ടാണെങ്കിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും, ഇന്ന് ഒരു ആശുപത്രിക്കുള്ളിൽ തന്നെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ അടങ്ങുന്ന, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു ആശുപത്രി തന്നെ, ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഹെൽത്ത് കെയർ മാറുന്നു. ഇതോടൊപ്പം തന്നെ വരുന്നൊരു ചോദ്യം, ഇത് കേരളത്തിലെ അസുഖങ്ങൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്രയേറെ ആശുപത്രികൾ ഉണ്ടാവുന്നതെന്നുള്ളതാണ്. തീർച്ചയായും അത്തരത്തിലുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഇന്ന് എത്താൻ സാധ്യമല്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹിക അന്തരീക്ഷം, നമ്മുടെ ഉയർന്ന സാമ്പത്തിക നിലവാരം, കൂടാതെ അവയർനെസ്, നമ്മുടെ ജനങ്ങൾക്കുള്ള അവബോധം, ഉയർന്ന സാക്ഷരതാ നിരക്ക്, നമ്മുടെ കൂടുതൽ ശുദ്ധവായു, വെള്ളം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അസുഖങ്ങൾ കൂടുന്നത് കൊണ്ടാണ് ഈ ആശുപത്രികൾ കൂടുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധ്യമല്ല. മറിച്ച് നമ്മുടെ ആളുകളുടെ അവയർനെസ്, പിന്നെ നമുക്കൊരു സിസ്റ്റമുണ്ട്. അതിപ്പോൾ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ആയാലും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഈ അവയർനെസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് വർദ്ധിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് പകർച്ചവ്യാധി അല്ലാത്ത ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം, ഇതൊക്കെയാണ് നമ്മുടെ ഇടയിൽ കൂടുതൽ. ഇതുള്ള രോഗികൾ, അത് അവർ രോഗികൾ എന്നുകൂടി പറയാൻ പറ്റില്ല, ഈ കണ്ടീഷനുള്ളവർ, അവർ കൃത്യമായിട്ട് ഓരോ 3 മാസം കൂടുമ്പോൾ അതിൻ്റെ പരിശോധനയ്ക്കും അതിൻ്റെ ബ്ലഡ് ടെസ്റ്റിനായാലും മറ്റും പോകുന്നുണ്ട്. ഇത് നമുക്ക് പലരുടെയും വീടുകളിൽ തന്നെ എന്തൊക്കെ കാണാം, ഗ്ലൂക്കോമീറ്റർ കാണാം, BP അപ്പാരറ്റസ് കാണാം. എന്തിന് കൊറോണയ്ക്ക് ശേഷം പൾസ് ഓക്സിമീറ്റർ പോലും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. തെർമോമീറ്റർ ഹാസ് ബിക്കം ഒരു ഹൗസ് ഹോൾഡ് അപ്ലയൻസായി മാറി ഇരിക്കുന്നൊരു സാഹചര്യമാണ്.
അതുകൊണ്ട് ഈ അവയർനെസ്സാണ് നമ്മുടെ ഈ ഇത്രയും ഇത് കൂടാൻ കാരണം എന്നാണ് എനിക്ക് ഒരു കാരണമായിട്ട് തോന്നുന്നു. അവയർനെസ് കൂടുന്നതിൻ്റെ മറ്റ് പല ലക്ഷണങ്ങളും നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാം. ഒന്ന്, നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന ജിമ്മുകൾ, ഫിറ്റ്നസ് സെൻറ്റേഴ്സ്. ഒരു നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഒരു 1-2 വർക്കൗട്ട് അല്ലെങ്കിൽ ജിം ഫിറ്റ്നസ് സെൻറ്ററുകൾ കാണാൻ പറ്റും. നമ്മുടെ നഗരങ്ങൾ വിട്ടിട്ട് ചെറിയ ടൗണിലേക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും ഈ 2 നില 3 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ ഇന്ന് മിക്കവാറും എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് സെൻറ്റേഴ്സ് വർക്ക് ചെയ്തതാണ്. ഇത് രാത്രിയും വളരെ നേരം വർക്ക് ചെയ്യുന്നത് കാണാം. അതിൻ്റെ താഴെയാണെങ്കിലോ ഒരു 10-30 ബൈക്കും മുമ്പിലൊരു ജ്യൂസ് ഷോപ്പും ഒരു കഫേയും ഇതൊക്കെ കാണാം. അതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇത് കാണിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഉള്ളതാണ്. പിന്നെ നിങ്ങൾ ടർഫ് നോക്കിയാൽ നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ 1 കിലോമീറ്റർ ഏത് ഭാഗത്തേക്ക് പോയാലും നമുക്കൊരു ടർഫ് കാണാം. അവിടെ കളിക്കുന്ന മുഴുവൻ കുട്ടികളൊന്നുമല്ല, 40, 45, 50 വയസ്സുള്ളവർ വരെ ഞായറാഴ്ചകളിലൊക്കെ ഒരു ഫുൾ ഡേ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇത് കാണിക്കുന്നത് അവരുടെ ഒരു ഹെൽത്തിൻ്റെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും അവർക്ക് സജീവമായിട്ടുള്ളൊരു സാമൂഹിക ബന്ധങ്ങളുടെ ദൃഢതയുമാണത് കാണിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഒരു ഹെൽത്ത് അവയർനെസ് വരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും അസുഖം കൂടുന്നത് കൊണ്ടാണ് ഇവിടെ ആശുപത്രികൾ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ മേഖലയിലെ വിദഗ്ധർ പറയട്ടെ, നമുക്ക് കുറച്ചുകൂടെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉയർന്ന അവബോധം അവയർനെസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. ഇതുകൊണ്ട് അവർ പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പിനും ഡോക്ടർമാരെ കാണാനും പോകുന്നു. ഇത് ഈ മേഖലയിൽ മാത്രമല്ല, റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങി നിരവധി മേഖലകളുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മേഖലകളിലെല്ലാം ധാരാളം തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതോടൊപ്പം തന്നെ പറയാവുന്നത്, ഇതിലേക്ക് കൂടുതലും ഇപ്പം തൊഴിൽ തേടുന്നവർ വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഹോം മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഗ്രാജുവേറ്റ്സാണ്, അതിൽ ചിലർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ഞങ്ങളീ പഠിച്ചതൊന്നും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമല്ല. ഇന്ന് ഞങ്ങളടുത്ത് ഫ്രീ സമയമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊരു സ്പേസ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇത്തരം കോഴ്സുകളെ സമീപിക്കുന്നുണ്ട്. ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണേണ്ടത്. കാരണം ഇവർക്കും ജോലി ചെയ്യാൻ പറ്റുമെന്നും അവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിലൊരു 4-5 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു വേതനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ഇവരെല്ലാവരും ഇന്ന് ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലേക്കാണ് വരുന്നത്. നമ്മുടെ ഇന്ന് വിദ്യാർത്ഥികൾ, കരിയർ തുടങ്ങുന്ന വിദ്യാർത്ഥികൾ കൂടുതലായും കണ്ടുവരുന്നൊരു പ്രവണത ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് കെയർ സെക്ടർ തീർച്ചയായും ജോലി തുടങ്ങുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മേഖലയാണെന്ന് വേണമെങ്കിൽ പറയാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായുള്ളൊരു കാര്യം പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തത് കരിയർ ഗ്രോത്ത് മറ്റ് പല മേഖലകളെയും അപേക്ഷിച്ച് ഈ മേഖലയിൽ കൂടുതലായിട്ട് കാണാം. മൂന്നാമത്തത് ഒരു മാനേജറിയൽ പൊസിഷനിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ മേഖല കുറച്ചുകൂടി അനുയോജ്യമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതിലിപ്പോൾ ആദ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന അത്രയേറെ വൈവിധ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനം ഇന്ന് നമ്മളിവിടെ നോക്കിയാൽ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. മറ്റുള്ള മേഖലകളിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക മാർക്കറ്റിംഗ് ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ളത് മുഴുവൻ അവർ ഔട്ട്സോഴ്സ് ചെയ്യുകയും മറ്റും ചെയ്തിട്ട് ഇതൊന്നും കാണുന്നതല്ല, അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു ഹോസ്പിറ്റലിൽ നമുക്കിന്ന് നോക്കുകയാണെങ്കിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു ഹോസ്പിറ്റലിനകത്ത്, ഇത് പറയുമ്പോൾ ഞാൻ ഈ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ മൊത്തം മാറ്റി വെച്ചിട്ടാണ്.
ലൈക്ക് ഡോക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് കാർഡിയോളജി, നെഫ്രോ, യൂറോ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതർ ഡിപ്പാർട്ട്മെൻറ്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഫൈനാൻസ്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഫാർമസി, കാറ്ററിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓഡിറ്റിംഗ്, ഇൻഷുറൻസ് തൊട്ട് തുടങ്ങി ഇനിയും ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകും. ഒരു നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നതാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലകത്ത് മുഴുവൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ജോലി നേടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇത്രയേറെ വൈവിധ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതുകൊണ്ട് വളരെയേറെ ഒരു ടീം വർക്കിംഗ് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഉള്ള കുട്ടികൾക്ക് വളരെ ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിലുള്ള കരിയർ ഗ്രോത്താണ്. മറ്റ് മേഖലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് ഒരു എൻട്രി ലെവൽ ജോബ് ഉണ്ടാവും. എൻട്രി ലെവൽ ജോബ് കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർവൈസറി പോസ്റ്റിലേക്ക് എത്താം. അത് കഴിഞ്ഞാൽ നമുക്കൊരു മാനേജറിയൽ ലെവലിലേക്ക് വരാം. അത് കഴിഞ്ഞാൽ അതിനടുത്ത ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകൾ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് വളരെ കൂടുതലുള്ളൊരു മേഖലയാണ് ഹോസ്പിറ്റൽ ലെവൽ. ഇതോടൊപ്പം തന്നെ പറയാവുന്ന മറ്റൊരു കാര്യം, മറ്റ് പല മേഖലകളെ അപേക്ഷിച്ചിട്ട് മറ്റ് പല മേഖലയും ഒരു മാനേജറിയൽ ലെവലിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന് പല വിഭാഗത്തിലും പറയും. നേരെ മറിച്ച് ഈ ആശുപത്രിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കോമ്പറ്റീഷൻ്റെ ഇത്രയേറെ കൂടുമ്പോൾ അവർ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടുകയാണെങ്കിൽ ആ ടാലൻറ്റിനെ ഉപയോഗിക്കാനും ആ ടാലൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനും ആശുപത്രികൾ ഇന്ന് വളരെയേറെ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുതന്നെ അവരെ ഒരു മാനേജറിയൽ ലെവൽ ജോലിയിലേക്ക് എത്തുന്നതിന് വളരെയേറെ സഹായിക്കും. നമുക്ക് എൻ്റെ അറിവിൽ തന്നെ എനിക്കൊരു പേരെടുത്ത് ഇപ്പോൾ പറയാവുന്ന ഒരു 3 CEO ഉണ്ടാവും. അതും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആശുപത്രികളിൽ CEO ലെവലിൽ ജോലി അടുത്ത കാലം വരെ ചെയ്തിരുന്നവരും ഇപ്പോൾ അവർ വേറെ മേഖലകളിലേക്ക് മാറിയവരുമായിട്ടുള്ള 3 പേരെടുത്ത്, പിന്നെ മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, പബ്ലിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ നിരവധി മാനേജറിയൽ പൊസിഷനിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിലാണ് ഇന്ന് ഈ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്, കരിയർ ഗ്രോത്ത് ധാരാളമുള്ള ഒരു മേഖലയാണ്. 3, നമുക്കൊരു മാനേജറിയൽ ലെവലിലേക്ക് ഉള്ള ഒരു എൻട്രി കിട്ടാൻ ഈ കോഴ്സ് കൊണ്ടും ഈ സെക്ടർ കൊണ്ടും സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ഈ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ കോമ്പറ്റിറ്റീവ് എഡ്ജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ കോമ്പറ്റിറ്റീവ് എഡ്ജ് കൂട്ടുന്നതിന് അവരിന്ന് ആശ്രയിക്കുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം അവരുടെ എംപ്ലോയീസിൻ്റെ സ്കില്ല് കൂട്ടുക എന്നുള്ളതാണ്, സ്കില്ല് വർദ്ധിപ്പിക്കുക. പക്ഷേ ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് സാഹചര്യത്തിൽ അതിനൊന്നുള്ള സമയം അവരെടുത്തില്ല. അതുകൊണ്ട് അവർ നോക്കുന്നത് എന്താ വെച്ചാൽ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ഇൻഡസ്ട്രി മാത്രമല്ല, മൊത്തത്തിൽ ഇൻഡസ്ട്രി നോക്കുന്നത് കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം IIM ഡയറക്ടറുടെയൊക്കെ അടുത്ത കാലത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല, ഹാർഡ് സ്കില്ല് കൊണ്ട് നിങ്ങളൊന്നും നേടാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് മാക്സിമം ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാനേ സഹായിക്കുള്ളൂ. നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് തന്നെ ഉണ്ടാവണം. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് ഉള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നാണെങ്കിലോ ഒരു വളരെ ഗ്യാപ്പ് ഈസ് വൈഡ്. ഒരു ഭാഗത്ത് ക്വാളിഫൈഡ് ഉള്ള ആളുകളുണ്ട്, പക്ഷേ ദേ ആർ നോട്ട് സ്കിൽഡ്. അപ്പം നമ്മൾ ഗവൺമെൻറ്റുകളായാലും നമ്മളുമായിട്ടുള്ള സ്ഥാപനങ്ങളായാലും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ സ്കില്ല് എങ്ങനെ വർദ്ധിപ്പിക്കാം. കാരണം ഈ സ്കില്ല് കൊണ്ട് മാത്രമേ ഇവരെ നമുക്കൊരു ജോലിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ സെഗ്മെൻറ്റ് നോക്കുന്നത് കൂടുതൽ എംപതറ്റിക് ജീവനക്കാരെ അവർക്ക് ആവശ്യമാണ്. കൂടുതൽ പേഷ്യൻ്റ് കെയർ നൽകാവുന്ന, പേഷ്യൻറ്റിൻ്റെ കൂടെ വരുന്ന ആളുകളെ
അവരുടെ ബൈസ്റ്റാൻഡർ ആയാലും കൂടെ വരുന്നവരെ എങ്ങനെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാം. പല കാരണങ്ങൾ കൊണ്ടും പല പ്രശ്നങ്ങളും നമ്മൾ ആശുപത്രികളിലൊക്കെ സംഭവിക്കും. പക്ഷേ അതിനെ മറികടക്കണമെങ്കിൽ കൂടുതൽ എംപതറ്റിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പ്രായമുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ കൂടുതൽ സേവനത്തിലൂടെ, അവരുടെ സംസാരത്തിലൂടെ കുറച്ചുകൂടി പൊളൈറ്റായിട്ട്, എംപത്തറ്റിക്കായിട്ട് ഇവരെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ്. ഈ സ്കിൽ ഡെവലപ്മെൻറ്റാണ് ഇന്നത്തെ ഈ മേഖല വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ ഈ ബ്രെഡ് ഗ്യാപ്പ്, എന്താ പറയുക, തൊഴിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും സ്കിൽഡ് ആയിട്ടുള്ളവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതാണ് നമ്മളുടെ ഫോക്കസ്. അതാണ് ഇന്നത്തെ നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യം. അതുകൊണ്ട് ഈ മേഖലയിൽ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ കൃത്യമായിട്ടൊരു തീരുമാനമാണ്. അതിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവ്വ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവും.